നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായിട്ടെത്തിയ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഹൃദയപൂർവ്വം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം. സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാനായകൻ്റെ ഹൃദയം മാറ്റിവെക്കുന്നതിലൂടെ തുടങ്ങുന്ന സിനിമ. ആ ഹൃദയം ഒരു കേണലിൻ്റെയാണ്, കേണൽ രവീന്ദ്രനാഥ്. കേണൽ രവീന്ദ്രനാഥ് അപകടത്തിൽപ്പെട്ട് എത്തുകയും അയാളുടെ മസ്തിഷ്ക ആഘാതത്താൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി അയാളുടെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ ഹൃദയം സന്ദീപ് ബാലകൃഷ്ണൻ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം വലിയൊരു ഹോട്ടൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആഹാരങ്ങൾ കൊടുക്കുന്ന, ആഹാരം പാചകം ചെയ്ത് നല്ലൊരു പാചക വിദഗ്ധനാണ് സന്ദീപ് ബാലകൃഷ്ണൻ. അദ്ദേഹം ഈ ഫുഡ് പ്രോസസ്സിങ് പഠിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കടയിൽ നിരവധി ജോലിക്കാരുണ്ട്. നല്ല ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. ആ ഭക്ഷണത്തിൻ്റെ രുചിയും അതിൻ്റെ ഗുണവും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ നല്ല തിരക്കുണ്ട് എന്നൊക്കെയാണ് നമ്മളെ ഭംഗ്യന്തരേണ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് സംവിധായകൻ ശ്രമിക്കുന്നത്. ഈ സിനിമ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയുടെ ഒരു ഛായയും ഈ സിനിമയ്ക്കില്ല. അത് മോഹൻലാൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ, ഓണക്കാലത്ത് വന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമ ഹൃദയപൂർവ്വം എന്ന ഈ സിനിമ സത്യൻ അന്തിക്കാടിൻ്റെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറിട്ട രീതിയിൽ ചെയ്യാൻ ശ്രമിച്ച ഒരു സിനിമയാണ് എന്ന്. ഇത് മറ്റാരോ ചെയ്ത ഒരു സിനിമയായിട്ടാണ് നമുക്ക് പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നത്. നമ്മൾ സംവിധാനം ചെയ്യുന്ന സമയത്ത്, സിനിമ നിർമ്മിക്കപ്പെടുന്ന സമയത്തൊന്നും അവിടെ പോകുന്നില്ലല്ലോ. ആരാണ് ആ സിനിമ സംവിധാനം ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് മറ്റു വഴികളൊന്നും തന്നെ ഇല്ല. ഇവിടെ പല സിനിമകളും അങ്ങനെ വന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം. സല്ലാപം എന്ന സിനിമ, സല്ലാപം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ലോഹിതദാസാണ്. അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായിട്ടെത്തിയ ഒരു സിനിമ. ആ സിനിമയുടെ തിരക്കഥാകൃത്തും ലോഹിതദാസ് തന്നെയായിരുന്നു. പക്ഷെ സംവിധാനത്തിൻ്റെ പേരിൽ, സംവിധായകൻ എന്ന പേര് അവിടെ കൊടുത്തത് കൊച്ചിൻ ഹനീഫയുടെയും സുന്ദർദാസിൻ്റെയും ഒക്കെ പേരുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ സംവിധായകർ. അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അല്ലെങ്കിൽ എല്ലാ ഗുണമേന്മയും ചാർത്തി കിട്ടുന്നത് യഥാർത്ഥ സംവിധായകനല്ല, ആ പേരിൽ അറിയപ്പെട്ട സംവിധായകൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അത് മനസ്സിലാക്കുകയും നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നത്. ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ഒരു പുതിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥ നേരത്തെ നമ്മൾ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനുമുമ്പ് ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ഒരു സിനിമയും സത്യൻ അന്തിക്കാടിൻ്റേതായിട്ട് വന്നിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ സത്യൻ അന്തിക്കാടിൻ്റെ ശൈലിക്ക് നിരക്കാത്ത ഒരു ശൈലിയുണ്ടല്ലോ, മനസ്സിൽ അടിയുറച്ചു പോയ ഒരു ശൈലിയുണ്ട്. സ്റ്റൈൽ മേക്സ് മാൻ എന്നാണല്ലോ പറയുന്നത്. ആ ശൈലിയിൽ നിന്നും വിട്ട് വേറൊരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഈ ശൈലിയുടെ അദ്ദേഹം നേരത്തെ ചെയ്തു വന്ന സിനിമയുടെ യാതൊരു തരത്തിലുള്ള ശൈലിയും, ആ ശൈലിയുടെ ഒരു ചായവും അതിനകത്തില്ലെങ്കിൽ ഇത് വേറൊരാളാണ് സംവിധാനം ചെയ്തത്, അല്ലെങ്കിൽ വേറൊരാളുടെ രചനയാണ് ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകാം. സാധ്യതകളുണ്ട്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സിനിമയിൽ ഈ ഹൃദയം മാറ്റിവെക്കപ്പെട്ടത് ഈ കേണലിൻ്റെ മകൾ ഇദ്ദേഹത്തെ അന്വേഷിച്ച് വരികയാണ്. കേണൽ രവീന്ദ്രനാഥിൻ്റെ മകൾ ഹരിത ഇദ്ദേഹത്തെ അന്വേഷിച്ച് വരുന്നു. അദ്ദേഹം അവളുടെ എൻഗേജ്മെൻറ്റിന് ചെല്ലണം. അച്ഛൻ്റെ ഹൃദയമാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് എൻഗേജ്മെൻറ്റിന് ചെല്ലണം. കൂട്ടുകാരൊക്കെ കൂടി പറഞ്ഞു അവളെ പിണക്കി വിട്ടത് ശരിയായില്ല, നീ പോകണം
കാരണം നീ ആണ് നന്ദി പറയേണ്ട ആൾ, അവരോട് നന്ദി പറയേണ്ട ആൾ നീയാണ്. കുറച്ച് ഒരു 4 ചെറുപ്പക്കാർ സിനിമ എടുക്കാൻ നടക്കുന്നതും അവർക്ക് ഫ്രീ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നതും ആദ്യമൊക്കെ കാണുന്ന തമാശകൾ നമുക്ക് യാതൊരു തരത്തിലുള്ള ചിരിക്കാൻ പോലും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള തമാശകൾ എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞ് അവതരിപ്പിച്ച് വെക്കുന്നത്. ഇതൊന്നും കണ്ട് നമ്മൾ അന്താളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇത്തരം തമാശകളൊക്കെ നമുക്ക് നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇവിടെ കഥാപാത്രത്തിൻ്റെ സംഘടനം വരുന്നത് എന്ന് പറയുന്നത് സിദ്ദിഖിൻ്റെ കഥാപാത്രം വരുമ്പോൾ മാത്രമാണ്. അളിയൻ കഥാപാത്രം മോഹൻലാലിൻ്റെ, അതായത് സന്ദീപ് ബാലകൃഷ്ണൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച ആൾ, അദ്ദേഹത്തിന് പണമാണ് അദ്ദേഹത്തിന് മുഖ്യമായിട്ടുള്ള വിഷയം. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹൈവേ വന്നതോടുകൂടി ആ സ്ഥലമൊക്കെ ചതുപ്പായി കിടന്ന സ്ഥലത്തിനൊക്കെ കോടിക്കണക്കിന് രൂപ കിട്ടി. അത് പെങ്ങളുടെ പേരിലാക്കി തനിക്കാക്കണം, വെടക്കാക്കി തനിക്കാക്കണം. ആദ്യം നല്ലതെന്ന് പറയുന്ന വീടും പുരയിടവും അയാൾ എടുത്തു എന്നൊക്കെ, അതൊന്നും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഈ സിനിമയെ സംബന്ധിച്ച് അതൊന്നും യാതൊരു പ്രസക്തിയുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാലും ആ കഥാപാത്രം വരുമ്പോഴാണ് ഒരു ഉന്മേഷമൊക്കെ പ്രേക്ഷകർക്ക് ഉണ്ടാകുന്നത്. മറ്റ് കഥാപാത്രങ്ങൾ, മാളവികയുടെ കഥാപാത്രം വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഉന്മേഷമൊക്കെ നമുക്കുണ്ടാകുന്നുണ്ട്. കാരണം നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന 2 ആക്ടേഴ്സാണ് സിദ്ദിഖും നമ്മുടെ മാളവികയും. മാളവികനെ നമ്മൾ ക്രിസ്റ്റിയിൽ കണ്ടതാണ്. ക്രിസ്റ്റിയിൽ അതിമനോഹരമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടാണ്. ഈ സിനിമയിലും നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു മുഖമുണ്ട് ആ മാളവിക എന്ന് പറയുന്ന ആ നടിക്ക്. നല്ല കണ്ണുകളുണ്ട്, കണ്ണുകളിൽ എക്സ്പ്രഷനുണ്ട്, അവരുടെ കണ്ണുകളിൽ എക്സ്പ്രഷനുണ്ട്. അതൊക്കെ നമുക്ക് ആകാംക്ഷ തരികയും നമ്മളെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇവിടെ പക്ഷേ സംഭവിച്ചത് എന്താണ്? തിരക്കഥയിൽ വന്ന ഒരുപാട് പാളിച്ചകളുണ്ട്. തിരക്കഥ ചടുലമാകുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുന്നില്ല. കഷണമാക്കി വെച്ച് ഒരു കേക്ക് എടുത്ത് വെച്ചിട്ട് അത് മുറിച്ച് പലർക്കും കൊടുക്കാൻ പാകത്തിന് വെച്ചതുപോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഈ സിനിമയിൽ നിന്നും കിട്ടുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സിനിമ കാണാൻ പോകുന്നത് എന്തിനാ? അത് ഏകാഗ്രമായിട്ടിരുന്ന് തുടർച്ചയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. തുടർച്ചകൾ നഷ്ടപ്പെടുന്നു ഈ സിനിമ കാണുന്ന സമയത്ത്. അവസാനം എന്താണ് ഈ സിനിമയിൽ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത്? മീര ജാസ്മിനെ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട മറ്റൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഡോക്ടർ കഥാപാത്രം. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബേസിൽ ജോസഫാണ്. അവരൊക്കെ വരുന്ന സമയത്തും അവരുടെ അവർക്ക് കൊടുത്തിരിക്കുന്ന സംഭാഷണം, അവർക്ക് കൊടുത്തിരിക്കുന്ന ആ അവസരം, ആ ഒരു പരിസരം, കഥാപാത്ര സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള ഒരു പരിസരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മീര ജാസ്മിന് എന്ത് പരിസരമാണ് കൊടുത്തിരിക്കുന്നത്? ഒരു പരിസരം കൊടുത്തിട്ടില്ല. അവർ വെറുതെ വന്ന് നോക്കുന്നതായിട്ട് കാണിക്കുന്നു. പിന്നെ ജനാർദ്ദനൻ്റെ ചിറ്റപ്പൻ എന്ന കഥാപാത്രം പ്രവാചകനായിട്ടാണ് വരുന്നത്. നീ പോകുന്ന സ്ഥലത്ത് നിനക്കൊരു പെൺകുട്ടി ഉമ്മ തരുമ്പോൾ മണി മുഴങ്ങുമ്പോൾ ശംഖു ശബ്ദം കേൾക്കാം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആർക്കറിയാം. യാതൊരു തരത്തിലുള്ള ആസ്വാദനവും, ഇടയ്ക്കിടയ്ക്ക് നല്ല തമാശകളൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. സത്യനാന്തിക്കാടിനെ സംബന്ധിച്ച് ഇത് ഇത്രയും ആയാൽ പോരാ. മോഹൻലാലിനെ സംബന്ധിച്ച് സിനിമ ഇത്രയും ആയാൽ പോരാ. ആൻ്റണി പെരുമ്പാവൂരും വരുന്നുണ്ട്, അവസാനം പ്രൊഡ്യൂസറായിട്ട് വരുന്നുണ്ട്. ആ 4 പിള്ളേർ, സിനിമ എടുക്കാൻ നടക്കുന്ന 4 പിള്ളേരുടെ പ്രൊഡ്യൂസറായിട്ട് ആൻ്റണി പെരുമ്പാവൂർ വരുന്നുണ്ട്. ഈ കേണലിൻ്റെ ഭാര്യയായിട്ട് വരുന്ന നടി, അവർ പല സിനിമകളിലും നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച അഭിനേത്രിയാണ്. അവർ ഈ സിനിമയിലും ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. അമൽ ഡേവിസ് എന്ന് പറയുന്ന നമ്മുടെ പ്രേമലുവിലെ അമൽ ഡേവിസാണ് മോഹൻലാലിൻ്റെ മെയിൽ നേഴ്സായിട്ട് കൂടിയിരിക്കുന്ന ആൾ. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള അഭിനയിക്കാനുള്ള പരിസരം ഉണ്ടാകുന്നില്ല, കഥാപാത്ര സൃഷ്ടി നടക്കുന്നില്ല. അതാണ് പ്രശ്നം. മോഹൻലാലിൻ്റെ സന്ദീപ് ബാലകൃഷ്ണനെ സംബന്ധിച്ചാണെങ്കിൽ പോലും ഒരു കഥാപാത്ര സൃഷ്ടി നടക്കുന്നില്ല. ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ചായ്വ് വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഇയാളെ ഈ മാളവികയുടെ കഥാപാത്രം ഹരിതയോട് ഇയാൾക്കൊരു ചെറിയ പ്രണയം തോന്നുന്നുണ്ട്. പിന്നീടാണ് അയാൾക്ക് മനസ്സിലാവുന്നത് താൻ ചെയ്യാൻ പാടില്ല, അവളുടെ അച്ഛൻ്റെ ഹൃദയമാണ് വെച്ചിരിക്കുന്നത്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ പക്ക പൈങ്കിളി എന്നല്ലാതെ ഇതിനെപ്പറ്റി വേറെ എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് തോന്നുന്നു? നമുക്ക് മറ്റൊന്നും തോന്നുന്നില്ല ഈ സിനിമയെക്കുറിച്ച്. അത് തന്നെയാണ് പറയാൻ. അവസാന നിമിഷത്തിലെ അവസാന ദൃശ്യം കൊണ്ടുവന്ന് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. സിനിമ മൊത്തത്തിൽ ഒരെണ്ണം പരാജയപ്പെട്ട അവസാനമാണ്. തുടക്കവും നന്നാവണം, ഒടുക്കവും നന്നാവണം, മധ്യവും നന്നാവണം, ആദിമധ്യാന്തം പൊരുത്തമുള്ള ഒരു സംഗതിയായിട്ട് സിനിമ മാറണം. അപ്പോഴാണ് സിനിമ ആസ്വാദ്യകരമാവുകയുള്ളൂ. അതല്ലാതെ ഹൃദയപൂർവ്വം എന്ന് എഴുതി വെച്ച് അതിൻ്റെ താഴെ സത്യനന്തിക്കാടെന്ന് എഴുതി വെച്ചാലൊന്നും സിനിമ ആസ്വാദ്യകരമാവണമെന്നില്ല. സത്യനന്തിക്കാട് നമുക്ക് കുറേ നല്ല സിനിമകൾ തന്ന സംവിധായകൻ തന്നെയാണ്. സത്യനന്തിക്കാട് ശ്രീനിവാസൻ ടീമിൻ്റെ എത്രയോ സിനിമകൾ നമുക്ക് നല്ല ആസ്വാദനം തന്ന സിനിമകളാണ്. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. കഷണമായി പോയി ചിതറിക്കിടക്കുകയാണ് അനുഭവങ്ങൾ.
ബേസിൽ ജോസഫൊക്കെ വന്ന് നമുക്ക് നല്ല ഒരു ഉണർവൊക്കെ തരുന്നുണ്ട്. ബേസിൽ ജോസഫ് ഉണർവ് തരുന്നു, സിദ്ദിഖിൻ്റെ കഥാപാത്രം ഉണർവ് തരുന്നു. ഉണർവ് തരാത്ത ഒരേ ഒരു കഥാപാത്രം സന്ദീപ് ബാലകൃഷ്ണൻ്റെ കഥാപാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മാളവികയൊക്കെ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഥാപാത്രമില്ല, കഥാപാത്ര സൃഷ്ടിയില്ല, കഥാപാത്രവൽക്കരണമില്ല, കഥാപാത്ര പരിസരമില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മളെ പ്രേക്ഷകനെ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഒരു സിനിമ തല്ലിക്കൂട്ടി ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ, ഒരു തല്ലിക്കൂട്ട് സിനിമയാക്കി വെച്ചു എന്നുള്ളതല്ലാതെ ഇതിൽ നിന്നും വേറൊരു അനുഭവവും നമുക്ക് പറയാനില്ല. പിന്നെ കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഈ സിനിമയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും മറ്റേ സിനിമയിലില്ല. എന്നാലും നമുക്ക് പറയാവുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ലോക തന്നെയാണ്. ലോകയെപ്പറ്റി നമ്മൾ പറഞ്ഞല്ലോ, അതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിനകത്ത് സംവിധാനമുണ്ട്. ഇതിലെ സംവിധാനം പോലും കഷ്ണമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അനുഭവമില്ല, കഥയില്ല, കഥാപാത്രങ്ങളില്ല, കഥാപാത്രവൽക്കരണമില്ല. ഇത് രണ്ടും അപ്പുറമുണ്ട്. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉള്ളില്ലായ്മ, ഒരാഴമില്ലായ്മ അത് ലോകയിലുമുണ്ട്. നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ സംവിധാനമുണ്ടായിരുന്നു, ഇവിടെ സംവിധാനമില്ല. സംവിധാനം പോലും കഷ്ണമായിട്ടാണ് ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. അത് അനുഭവമാക്കി മാറ്റാനായിട്ട് ഈ സംവിധായകനോ സൃഷ്ടാക്കൾക്കോ ആര് തന്നെ ചെയ്താലും അവർക്ക് ആർക്കും തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമാണ് പറയുന്നത്.